നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ ബന്ധം അവസാനിച്ചാലും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ. നമ്മുടെ ബന്ധം നന്നായി പോവാനാ ഞാൻ നിന്നെ വിളിക്കുന്നത്. ഒരേ ഒരു തവണ എന്നെ കൊണ്ട് പറ്റില്ല ശ്രീകാന്ത്, പ്ലീസ്. പറ്റണം. എന്നെ വെറുതെ നീ ദേഷ്യം പിടിപ്പിക്കരുത്. ഓടി ഇങ്ങോട്ട്. പറഞ്ഞ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞിട്ട് നീ പോയി. ആര് കേക്കാനാ? ഈ പരിസരത്ത് വേറൊരൊറ്റ വീടുമില്ല മോളെ. ഇങ്ങോട്ടൊന്നും ആരും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. നീ വെറുതെ സാഹസം കാണിച്ച സമയം കളയല്ലേ മോളെ. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കുഴപ്പക്കാരനല്ല. നീ എന്നെ വെറുതെ കുഴപ്പക്കാരനാക്കരുത് മോളെ. പ്ലീസ് മോളെ, പ്ലീസ്. ആരെ നേരത്ത് മോളെ, നീ അങ്ങോട്ട് മാറിനിക്ക്. ഞാൻ പോയി നോക്കിട്ട് വരാം. അങ്ങോട്ട് ചെല്ല് വേഗം. എന്താ? ആരാ? അവളെവിടെ? മൈഥിലി. മൈഥിലിയോ? ഏത് മൈഥിലി? മോർഡ് അങ്ങോട്ട്. മൈഥിലി, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മൈഥിലി. ഏത് മൈഥിലി? ഇവിടെ അങ്ങനെ ആരുമില്ല. മൈഥിലി, മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്ന നല്ലത്. മൈഥിലി. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവളെ വിട്. മാറടാ. എന്നെ തടഞ്ഞ അടിച്ച് നിന്റെ അണപ്പല്ലേ ഞാൻ താഴെയിടും. ചൂണയുണ്ടോടാ നിനക്ക് എന്നെ തൊടാൻ? ഉണ്ടെങ്കിൽ തടയടാ. നീ ഇതുവരെ ഇത്തരം പഞ്ചഭാവം പെണ്ണുങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് പെണ്ണ് വേറെയാ. പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. നോടി ഇങ്ങോട്ട്. വണ്ടി എടുക്ക. വണ്ടി അവിടെ ഒന്ന് നിർത്തിയേ.
പൊറുക്കണം. പറ്റിപ്പോയി. ചേച്ചി എന്നെ കൈയൊഴിയരുത്. കൈയൊഴിഞ്ഞ മരണമല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ല. എഴുന്നേക്കടി. കുറ്റബോധം കൊണ്ടാണോ അതോ രക്ഷപ്പെടാൻ വേണ്ടിയാണോ ഈ പ്രകടനം? രണ്ടുമല്ല. ചേച്ചി എന്നെ വെറുത്ത എനിക്ക് വേറെ ആശ്രയമില്ല. അതുകൊണ്ടാ. ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. അറിയാതെ എല്ലാം കൈവിട്ടു പോയത്. എല്ലാം പറയും ചേച്ചി. എന്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ ഞാനൊന്ന് കണ്ണടച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അപരിചിതന് മുന്നിൽ അയാൾ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തു. ആദ്യമൊക്കെ മാന്യമായിരുന്നു ഞങ്ങളുടെ സംസാരം. പിന്നെ എപ്പോഴോ അയാൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സങ്കടങ്ങളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും ഒരാശ്വാസം, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ അയാൾ എന്നെ എല്ലാ അർത്ഥത്തിലും ട്രാപ്പ് ചെയ്യായിരുന്നു. ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. വെറുതെ രാത്രിയൊക്കെ ചെയ്ത കുറെ മെസ്സേജുകളും അയച്ചു കൊടുത്ത കുറെ ഫോട്ടോസുകളും അയാളുടെ കയ്യിലായിപ്പോയി. പിന്നെ ഞാൻ അയാളെ അന്ധമായി വിശ്വസിച്ചു എന്ന് പറയുന്നതാ സത്യം. നേരിൽ കാണുമെന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ അവസാനത്തെയും കൂടിക്കാഴ്ച ആവട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ പോയത്. കള്ളം, പച്ച കള്ളം. ഇത് നിങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അല്ല. ഇതാണോടി നീ എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞത്? നീ എന്തടി എന്നെ പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിച്ചോ? ഒരാഴ്ചക്ക് മുമ്പ് നീയും അവനും തമ്മിൽ ടൗണിൽ വെച്ച് കാറിൽ കറങ്ങിയില്ലേ? അന്നൊരു ദിവസം അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നില്ലേ? നീ കാറിന്റെ അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചില്ലേ? അതൊക്കെ ഞാൻ കണ്ട കാഴ്ചകളാ. അങ്ങനെ കാണാത്ത എത്ര കാഴ്ചകളുണ്ടെന്ന് ആർക്കറിയാം? സമ്മതിച്ചു, കാണാത്ത കാഴ്ചകളുണ്ട്. പക്ഷേ അതൊന്നും ഇന്നത്തെ പോലുള്ള കാഴ്ചയായിരുന്നില്ല. പിന്നെ അയാളുടെ പെങ്ങള് സീരിയസ് ആയി കിടക്കുകയാണെന്ന്, ഒരു ഓപ്പറേഷന് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പണം ഊരി കൊടുത്തു. അങ്ങനെ 1-2 തവണ കണ്ടിട്ടുണ്ട് എന്നത് സത്യം. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചേച്ചി. ഇനി നീ ഇത് മാറ്റി പറയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യോ ചേച്ചി. അയാൾ എന്നെ ചതിക്കുമായിരുന്നെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇന്ന് എനിക്കെല്ലാം ബോധ്യപ്പെട്ടത്. ചേച്ചി അപ്പൊ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ... അപ്പൊ അതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം നിനക്കുണ്ടല്ലേ? കഷ്ടം. ഭർത്താവിനെ തോൽപ്പിക്കാൻ നീ കണ്ടുപിടിച്ച മാർഗം ഏതായാലും കൊള്ളാം. ആരാടി നിനക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്നത്? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന എല്ലാ ഞരമ്പ് രോഗികളും ഫ്രോഡുകളാ.